എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ജിയോഗ്രഫി ക്ലാസ് 9 ഭൂമിശാസ്ത്രം ഒന്നാമത്തെ പാഠമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയമെന്നും കിഴക്കൻ ഭാഗം കുമവുൺ ഹിമാലയമെന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നന്ദാദേവി, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിത്താൾ, ഭീംതാൾ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിത്താൾ, ഭീംതാൾ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ഡെറാഡൂൺ ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം കൂടിയാണ്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വതച്ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൾ. അപ്പോൾ എന്താണ് ബുഗ്യാൾ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഉയർന്ന പർവ്വതച്ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൾ. ദയാര ബുഗ്യാൾ, ഗോർസോൺ ബുഗ്യാൾ എന്നിവ ഇവയിൽപ്പെടുന്നു. കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. ഇവ നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നാഥുല ചുരം എന്നിവ ഈ പ്രദേശത്താണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ഇനി നമുക്ക് കിഴക്കൻ ഹിമാലയത്തെക്കുറിച്ച് പഠിക്കാം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. ആസാം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ആസാം ഹിമാലയം എന്നും അറിയപ്പെടുന്ന കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ് നംച ബെർബ. അതിന് 7756 മീറ്ററാണ് ഉയരമുള്ളത്. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ് നംച ബെർബ. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവ. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവ. അതേപോലെ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില ചുരം, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരം തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില ചുരം. മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരം. പടത്തിൽ കാണുന്നത് ബോംഡില ചുരത്തിൻ്റെ ചിത്രമാണ്. ബോംഡില ചുരം. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ വ്യാപിച്ചു കിടക്കുന്ന കുന്നുകളാണ് പൂർവാഞ്ചൽ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നത്. പട്കായി ബും, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഈ പൂർവാഞ്ചൽ കുന്നുകളിലെ പ്രധാനപ്പെട്ട കുന്നുകൾ. പട്കായി ബും, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള കുന്നുകളാണ് പൂർവാഞ്ചൽ കുന്നുകൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ്. അപ്പോൾ പൂർവാഞ്ചൽ കുന്നുകളിലാണ് ചിറാപുഞ്ചിയും മൗസിൻഡ്രവും. എന്താണ് അതിൻ്റെ പ്രത്യേകത? ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. ഇത് രണ്ടും മേഘാലയ സംസ്ഥാനത്താണ്. നദികൾ മുറിച്ച് കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. ഇതും മേഘാലയ സംസ്ഥാനത്താണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കെയ്ബിൾ ലംജാവോ ദേശീയോദ്യാനം. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡി. ആ പുംഡിയുടെ ചിത്രമാണ് നിങ്ങൾ അതിൽ കാണുന്നത്. വടക്കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക്കാണ്. അതേ സംസ്ഥാനത്താണ്, മണിപ്പൂരിലാണ്. കെയ്ബിൾ ലംജാവോ ദേശീയോദ്യാനവും എവിടെയാണ്? മണിപ്പൂരിലാണ്. ഈ തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡി. ലോക്തക് തടാകത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്.
തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള രാംസർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ് ഈ ലോക്തക് തടാകം. അപ്പോൾ കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ലോക്തക് തടാകം എന്ന് പറയുന്നത് രാംസർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ ആസാം ഹിമാലയത്തിനും പൂർവാഞ്ചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയയിൽ ഏറ്റവും ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം തുടങ്ങിയ മേഘാലയ പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുവാനുള്ള കാരണം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. അപ്പോൾ ഹിമാലയൻ നദികളെന്ന് പറയുന്നത് വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. എന്താണ് അതിൻ്റെ കാരണം? മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഖർച്ചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. അപ്പോൾ മാനസ സരോവര തടാകത്തിനടുത്തുള്ള ബൊഖർച്ചു ഹിമാനിയിൽ നിന്നുമാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഖർച്ചു ഹിമാനിയിൽ നിന്ന്. എന്താണ്? ബൊഖർച്ചു ഹിമാനിയിൽ നിന്നുമാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഈ സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഏതൊക്കെയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ? ഝലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. ഏതൊക്കെയാണ്? ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇനി ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നുമാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. ഗംഗ ഉത്ഭവിക്കുന്ന എവിടെയാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഇനി ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, ഘാഘ്ര, ഗണ്ഡക്, കോസി. ഏതൊക്കെയാണ്? യമുന, ഘാഘര, ഗണ്ഡക്, കോസി. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ഇനി ബ്രഹ്മപുത്ര ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ അതിൻ്റെ പേരെന്താണ്? സാങ്പോ. ബ്രഹ്മപുത്ര ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ വിളിക്കുന്ന പേര് സാങ്പോ എന്നാണ്. ഇനി ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ദിവാംഗ്, ലോഹിത്, മാനസ്. ദിവാംഗ്, ലോഹിത്, മാനസ്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കരേവാസ് മണ്ണ്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അപ്പോൾ കുങ്കുമപ്പൂ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള മണലേതാണ്? കരേവാസ്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന മണ്ണാണ് കരേവാസ്. അപ്പോൾ ഈ കരേവാസ് ഏത് തരം കൃഷിക്ക് അനുയോജ്യമാണ്? കുങ്കുമപ്പൂ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വതച്ചരിവുകളിൽ കൂടുതലായി വളരുന്നു. പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. ആൽപൈൻ പുൽമേടുകൾ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ കാണാം. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കമ്പൻ, കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിവർഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ കൂടിയാണിവിടെ. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ, കാണ്ടാമൃഗം, ഹിമപ്പുലി. ഹിമാലയൻ പർവ്വത പ്രദേശത്തെ ഒരു തട്ട് കൃഷി സമ്പ്രദായമാണ് ചിത്രത്തിൽ കാണുന്നത്. ഹിമാലയൻ പ്രദേശത്തെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. ഡച്ചി ഗ്രാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്, കോർബറ്റ് ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്, കാഞ്ചൻജംഗ സിക്കിം, ദിബ്രു സൈഖോവ ആസാം, കാസിരംഗ ആസാം, മാനസ് ആസാം, കെയ്ബുൾ ലംജാവോ മണിപ്പൂർ. ഹിമാലയൻ മേഖലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് കൈലാസം,
മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയവ. അതേപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൾമോറ, റാണിക്കേറ്റ്, മുസ്സോറി, നൈനിത്താൾ തുടങ്ങിയവയും. കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയവ തീർത്ഥാടന കേന്ദ്രങ്ങളും ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൾമോറ, റാണിക്കേറ്റ്, മുസ്സോറി, നൈനിത്താൾ തുടങ്ങിയവ റിസോർട്ട് പട്ടണ കേന്ദ്രങ്ങളുമാണ്. ഹിമാലയൻ പർവ്വതച്ചരിവുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ എന്ന വിഭാഗം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും അടുത്ത ക്ലാസ്സുമായി എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.